ചാക്കോച്ച ഒരു റേസറേജ് വാക്കാണ്. ചാക്കോച്ചൻ ഒരു സിനിമ എന്താ പറയാ 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഒരു സിനിമ തഴക്കവും പഴക്കവും ചെന്ന സിനിമാക്കാരനാണ്. പാർവതിക്ക് ഇപ്പൊ 11 വർഷം. ഇത് 20ന്റെ ആളാ, 20ന്റെ തഴക്കാ നിൽക്കുന്നത്. 11 പറയുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇനി ബൈഡ് ഒബ്ജക്ഷൻ ഉണ്ടാവും പറയാൻ പറ്റുമോ? അതെ. ഈ 20 വർഷത്തിന്റെ പഴക്കത്തില് ഒരു പക്ഷെ ഇങ്ങനൊരു വിഷയം എടുക്കുമ്പോൾ പാർവതിക്ക് ഉത്തരം പറയാവുന്ന ഒരു വിഷയമാണ്. ഒരു റേസർ എഡ്ജ് വാക്ക് വേണമെങ്കിൽ ഒന്ന് ഡോക്യുമെന്ററിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ലിപ്പ് ചെയ്യാം. ഞാനതാണ് ആ സിനിമ കണ്ടപ്പോൾ മഹേഷ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഭയം ഫിയർ അതായിരുന്നു. ഇത് സ്ലിപ്പ് ചെയ്തു വേണമെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കഥാതന്തു മനസ്സിലാക്കിയപ്പോൾ ചാക്കോച്ചൻ്റെ മനസ്സിലും ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്കറിയില്ല അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു സമയത്ത്. എനിവേ ഇതൊരു നല്ലൊരു സിനിമയായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ലായിരുന്നു. അത് സ്ക്രിപ്റ്റ് വായിച്ച ആൾക്കാണെങ്കിലും കഥ കേട്ട ആൾക്കാർക്കാണെങ്കിലും. പിന്നെ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സെനാരിയോ ക്രോഡീകരിച്ച് ഇതൊക്കെ നമുക്ക് അതേ ഒരു ഇമ്പാക്ട് നമുക്കിത് പ്രസന്റബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് വെരി കോൺഫിഡൻറ്റ്. മഹേഷും സാനി ചേട്ടനും മഹേഷ് ഹി വാസ് ഡാം കോൺഫിഡൻറ്റ്. നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, അതിനുള്ള റിസോഴ്സസ് ഉണ്ട്, കുറേ ആൾക്കാർ ഹെൽപ്പ് ഔട്ട് ചെയ്യാനുണ്ട്. മഹേഷ് വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ഞാൻ ഈ പറയുന്ന പോലെ ആദ്യത്തെ ദിവസം ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മഹേഷ് എന്നെ ആ എടുത്ത പോർഷൻസ് കാണിച്ചപ്പോൾ ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. അത് ശരിക്കും ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ശരിക്കും അന്ന് ആ എടുത്ത അത്രയും സീനുകൾ കാണിച്ചു തന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ്. അതിനോട് ഷാഹിദ് എന്നുള്ള കഥാപാത്രത്തിന് മാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടായോ? എനിക്ക് ഐ വാസ് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ട 2 ഗുഡ് ആക്ടേഴ്സ് ഉള്ള സീനുകളായിരുന്നു, അത് ഫഹദിന്റെയും പാർവതിയുടെയും. അപ്പൊ അതിലോട്ട് ഞാൻ എങ്ങനെ ഈ പറഞ്ഞ പോലെ ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. 20 years എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എന്നെ കുറച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ദാറ്റ്സ് ഓൾ. ബട്ട് അതർവൈസ് ഐ അഡ്മയർ ഫഹദ്, ഐ അഡ്മയർ പാർവതി. ഫഹദ് ഒരുപക്ഷെ ഫഹദ് പോയിട്ടില്ലെങ്കിൽ ഈ ചാക്കോച്ചിന്റെ റോള് ഷാഹിദ് എന്നുള്ള റോള് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഫഹദ് കൈകാര്യം ചെയ്യാം? ആദ്യം തന്നെ ഈ കഥ ഞാൻ കേൾക്കുമ്പോൾ ആ റോള് കുഞ്ചാക്കോ ആയിരുന്നു ചെയ്യുന്നത്. മാത്രമല്ല കുഞ്ചാക്കോ ചെയ്തത്ര ഗ്രേസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അത്ര ലെയർഡ് ആയിട്ടോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ആ റോള് ചെയ്യാൻ കുഞ്ചാക്കോ മാത്രമേ ഉള്ളൂ. അത് കുഞ്ചാക്കോക്ക് മാത്രം പറ്റുന്നൊരു റോളും അത് അതിഗംഭീരമായി ചാക്കോച്ചൻ ചെയ്തൊരു റോളുമാണ്. എനിക്കത് അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല. മഹേഷ് ഇതൊക്കെ തന്നെയായിരുന്നു മഹേഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റോള് വളരെ എന്താ പറയുക ഡിസ്റ്റിങ്ക്ട് ആയിരുന്നു. അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. പാർവതി എന്തായാലും പാർവതി തന്നെയായിരുന്നു. പറഞ്ഞിരുന്നു. ഇവിടെ ആരെങ്കിലും സമീറമാരുണ്ടോ? ഒരു ചേച്ചി അല്ലാതെ വേറെ ചേച്ചിമാരുണ്ടോ, സമീറമാരുണ്ടോ ജീവിതത്തിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ? പകുതി ബ്രെയിന് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങള്, പകുതി ബ്രെയിന് ഇപ്പുറത്തേക്ക്. എനിബഡി? കൊടുക്ക് ബൈക്ക് കൊടുത്തേ. കുവൈറ്റില് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ കുവൈറ്റിൽ പോയ ബാച്ചാണ്. അത് ഇൻവേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 92-ൽ അവിടുത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബാച്ചായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞെന്ന് വെച്ചാലും അവിടെ അങ്ങ് ഒരു ശാന്തമായൊരു അന്തരീക്ഷം ആയിരുന്നില്ല. എന്നും ഭയപ്പാടായിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ TV-യിൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഓരോ സൈറൻ മുഴക്കുമ്പോൾ നിങ്ങൾ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് പോകാനുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കിക്കോണമെന്ന്. പല രാത്രിയിലും ഞങ്ങളുടെ ഒരു സൂട്ട് കേസിനകത്ത് എന്ന് ചെറുതെടുത്തിട്ട് ഓടാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് മാത്രം എടുത്തു വെച്ച് ഞങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെച്ച് കിടന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ അന്നേരം അങ്ങനെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് ഏതെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടുള്ള സിസ്റ്റേഴ്സുമായിട്ട് ഞങ്ങൾ വളരെ ക്ലോസ് റിലേഷനാണ്. അപ്പോൾ അവരോട് പറയും, ചേച്ചി ഇങ്ങനെ കേൾക്കുവാണ്, ഇവിടെ വരണം, ഞങ്ങൾ ഇന്ന ഗേറ്റിങ് ഇറങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ഇതായിട്ട് നിന്നു. പിന്നെ അതിനുശേഷം ഒരു 95-96 ഒക്കെ വരുന്ന സമയത്തായപ്പോഴത്തേക്കും പിന്നീട് ഒരു വലിയൊരു ഇത് വന്നായിരുന്നു. അവർ ഒരു ടാർഗറ്റ് ടൈമൊക്കെ ഞങ്ങൾക്ക് തന്നു, ഡെഡ് ടൈമൊക്കെ തന്നായിരുന്നു. ഒരു 12 o'clock മിഡ്നൈറ്റിന് അവർ ബോംബിടും, ഇറാഖ് വീണ്ടും അവർ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വന്നപ്പോഴത്തേക്കും കുട്ടികളുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് കുട്ടിയുണ്ട് കൂടെ. അപ്പോൾ കുട്ടികളെയൊക്കെ ഇങ്ങനെ മേഴ്സി ഫ്ലൈറ്റിലൊക്കെ കയറ്റി അയക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി ഞങ്ങൾ ശരിക്കും മരണം ഞങ്ങൾ അങ്ങനെ മനസ്സിൽ കണ്ടിട്ടൊക്കെ കഴിഞ്ഞ അവസ്ഥ. ഒരു ലൈറ്റർ വെയിലൊരു ചോദ്യം ചോദിച്ചോട്ടെ, പൈസയൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടാണോ വന്നത്? ഉണ്ടാക്കി അവിടുന്ന് മതിയാക്കി തന്നെ 2000-ലാണ് തിരിച്ചു വന്നത്. സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താലോ? അതിനുള്ള ഒന്നുമില്ല സാർ, കഞ്ഞി കുടിച്ച് പോവാ.